ഒരു ബിഗ് ഡേ ആണ്. പഞ്ചായത്തംഗം ജയിച്ച UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് സമഗ്രാധിപത്യമാണ്. 6 കോർപ്പറേഷനുകളിൽ 4 നേടിയ UDF ഗ്രാമപഞ്ചായത്തുകളിൽ 500-ന് മുകളിൽ കടന്നിരിക്കുന്നു. മുനിസിപ്പാലിറ്റികളിലും വലിയ മുന്നേറ്റമാണ്. പരമ്പരാഗതമായ കോട്ടളങ്ങളടക്കം തകർന്ന നിലയിലാണ് LDF. കനത്താഘാതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF ഏറ്റുവാങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക വഴി ഈ കേരള സംസ്ഥാനത്ത് ആദ്യമായി ഒരു BJP മേയർ ഉണ്ടാകുന്നുവെന്ന സവിശേഷമായ സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ വിധിയെഴുത്തിന്റെ സൂചന? എന്താണ് ഈ വിധിയെഴുത്തിൽ പ്രതിഫലിച്ചത്? ജനം കേരളം ഭരിക്കുന്ന സർക്കാരിനെ ഒരു പാഠം പഠിപ്പിച്ചതാണോ? ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയതാണോ? UDFന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് കിട്ടിയിരിക്കുന്നോ? ഇനി UDFന്റെ കാലമാണോ? ചർച്ചയിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ്, ശങ്കുട്ടി ദാസ് BJP, PK ഗോപൻ CPIM, NP ചെക്കുട്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്നിവർ. ആദ്യം ശ്രീ PK ഗോപൻ, താങ്കൾ കൊല്ലത്താണല്ലോ ഇരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ LDFന് നഷ്ടമാകും എന്ന് ഇന്ന് രാവിലെ വരെ ഒരു ദുസ്വപ്നത്തിൽ പോലും ഒരു CPM-കാരനോ പോട്ടെ മറ്റു പാർട്ടിക്കാരൻ പോലും കരുതിയിട്ടുണ്ടാവില്ല. കൊല്ലത്തെ പഞ്ചായത്തുകളിൽ, കോർപ്പറേഷനിൽ ഇതുപോലെ ഒരു തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് അസംഭവ്യമായി കരുതിയിട്ടുള്ള ആളുകളാണ്. കാരണം അത്രയും ശക്തമായ അടിത്തറയുള്ള ഇടങ്ങളാണ് കൊല്ലം പോലെയുള്ള ഇടങ്ങൾ. ഇപ്പോൾ കൊല്ലം, കോഴിക്കോട് തുടങ്ങിയ മേഖലകളിലൊക്കെ വോട്ടിംഗ് കൃത്യമായൊരു സന്ദേശം നൽകുന്നതാണല്ലോ. അത് ഇപ്പൊ തിരുത്തിയില്ലെങ്കിൽ വിനാശമായിരിക്കും ഫലം എന്നുള്ളതല്ലേ? അല്ല, കേരളത്തിൽ പൊതുവെ ഇടതുപക്ഷത്തിന് സാമാന്യം നല്ല തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി വിജയിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും വളരെ കഠിനമായൊരു പരിശ്രമത്തിലൂടെ ഒരു മാസത്തിലധികം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൂടെ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായി വിജയിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. ജനാധിപത്യത്തിൻ്റെ വിജയമാണ് കേരളത്തിൽ സംഭവിച്ചത്. വലിയ പൊതുവെ യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളുമില്ലാതെ ഏതാണ്ട് നല്ല സമാധാന അന്തരീക്ഷത്തിൽ കേരളത്തിൽ ജനാധിപത്യത്തിന് വിജയക്കുറി ചാർത്താൻ കേരളീയ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലം കോർപ്പറേഷൻ്റെ ഭരണം LDFന് നഷ്ടപ്പെടുമെന്നുള്ള യാതൊരു ധാരണയും ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരമൊക്കെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നടന്ന സ്ഥലമാണെന്ന് പറയാം. പക്ഷേ കൊല്ലം അങ്ങനല്ല. അതുകൊണ്ട് കൊല്ലത്തെ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെട്ടത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തിരിച്ചടിയാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതങ്ങനെ തന്നെ കാണുന്നു. എന്നാൽ ജില്ലാ പഞ്ചായത്ത് പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തിൽ സാമാന്യം നല്ല ഭൂരിപക്ഷം തന്നെ ഇടതുപക്ഷത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മുനിസിപ്പാലിറ്റിയും അത്ര വലിയ പുറകോട്ട് പോയിട്ട് ഉണ്ടായിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തും അങ്ങനെ തന്നെ 2ഓ 3ഓ ബ്ലോക്ക് പഞ്ചായത്തായിരിക്കും ഒരു പക്ഷേ നഷ്ടപ്പെടുക. 3 പഞ്ചായത്ത് പ്രാവശ്യം ഒരെണ്ണമാണ് നഷ്ടപ്പെട്ടത്. ഇത്തവണ 33 ഗ്രാമപഞ്ചായത്തുകൾ LDFനും 32 UDFനുമാണ്. ഇത് നിങ്ങളല്ലേ മുന്നിൽ നിന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കുക, ഒരു പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത്. ശരിയാണ്. പക്ഷേ നോക്കൂ, ഇത് കൊല്ലമാണ്. കൊല്ലം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് സമീപകാലത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ, നിങ്ങൾ അപ്രതിരോധ്യരായിട്ടുള്ള അപ്രമാദിത്വമുള്ള ഇടങ്ങളാണ്. അപ്പോൾ അവിടെ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇത്തവണ വോട്ട് ചെയ്തില്ല. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ള വോട്ടിംഗ് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാവുന്നത് കൗതുകകരമാണല്ലോ. അപ്പോൾ അടിസ്ഥാന വോട്ടർമാർ മാറിയിരിക്കുന്നു. ബേസ് വോട്ടർമാർ മാറി ചിന്തിച്ചിരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏകോപിതമായി LDFന് എതിരെ വോട്ട് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് എന്താ പറയുക, ചുവരിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് വായിക്കുന്നില്ലേ? അല്ല, ഞാൻ എങ്ങനെയാണ് ഇനി ശ്രീ അഭിലാഷിനോട് ഈ കാര്യം പറയേണ്ടത്? അതായത് എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കുറവെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. അതിൽ കിട്ടിയിട്ടുള്ള പരിക്കും സൂചിപ്പിച്ചു, നേട്ടവും സൂചിപ്പിച്ചു. ഞങ്ങൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ തവണ 20-ൽ പരം പഞ്ചായത്ത് UDFന് ഈ ജില്ലയിലുണ്ടായിരുന്നു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അവർക്കുണ്ടായിരുന്നു. കോർപ്പറേഷൻ അവർക്കില്ലായിരുന്നു. അതെല്ലാം ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഏകദേശം തുല്യമായിട്ട് വരും. ചെറിയ വ്യത്യാസം വരികയുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള പഞ്ചായത്തിൽ ചിലത് UDFൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ LDFൻ്റെ പഞ്ചായത്ത് UDF പിടിച്ചെടുത്തിട്ടുണ്ട്.
തീരെ തകർന്നടിഞ്ഞു പോയിട്ടില്ല. 50% പഞ്ചായത്തായിരിക്കും ഒരു പക്ഷേ അന്തിമ റിസൾട്ടിൽ കൊല്ലത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന രൂപത്തിലേക്ക് ഇതിനെ കാണണ്ട. കാരണം 2010 ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ 600 ഗ്രാമപഞ്ചായത്ത് നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ അത്രയും നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയല്ല, 2010 ആ തിരിച്ചടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഞങ്ങൾ റിക്കവർ ചെയ്തു. 2011 സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിന് മാത്രം വ്യത്യാസത്തിൽ ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ 7 ജില്ലാ പഞ്ചായത്ത് ഒരു ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടെന്ന് പറയുമ്പോഴും രാഷ്ട്രീയ വോട്ടുകൾ നടന്നിട്ടുള്ള പൊതുവെ ജില്ലാ പഞ്ചായത്തുകളിലാണ്. അപ്പോൾ അവിടെ 50% നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരമാണ്. തിരിച്ചടി ഏറ്റിരിക്കുന്നു, പക്ഷേ സമ്പൂർണ്ണമായി പ്രതീക്ഷ കൈവിടാനായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ, ഞാൻ അങ്ങയിലേക്ക്